മനു മനു മേ ഐ കം ഇൻ? ഇവനോടൊക്കെ ഫോർമാലിറ്റി കാണിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. എടാ പേടിച്ചു പോയല്ലോ. പേടിക്കും. നീ മാത്രമല്ല, എന്നെ കണ്ട ഈ രാജ്യത്ത് പലരും പേടിക്കും. എന്താ നിന്റെ ഭാവം? അച്ഛനിപ്പോ എന്താ വേണ്ടത്? രാവിലെ വന്ന് മനുഷ്യരെ പേടിപ്പിക്കുന്നു. എത്ര രൂപയുടെ കെമിക്കൽസാ വേസ്റ്റ് ആയെന്നറിയാവോ? ഓ പിന്നെ, ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലയോ കിടക്കുന്നത്. സൾഫ്യൂറിക് ആസിഡ് എടുത്ത് നൈട്രിക് ആസിഡിൽ ഒഴിക്കുക, എന്നിട്ട് അതിനകത്ത് കുറച്ച് നവസാരം വാരിയിടുക, തിളപ്പിക്കുക, തണുപ്പിക്കുക, വീണ്ടും തിളപ്പിക്കുക, തണുപ്പിക്കുക. ഇതല്ലയോ ദിവസമുള്ള ഏർപ്പാട്? എന്താ നിന്റെ ഭാവം? കുട്ടികൾ എയർപോർട്ടിൽ വന്നിരുന്ന ആരെയും കാണാതെ വിഷമിക്കും. നീ പോകുന്നുണ്ടോ ഇല്ലയോ? ഒന്നുമില്ല, ഇന്ന് ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് ആണ്. ലേറ്റോ? ഡൽഹി ഫ്ലൈറ്റ് അങ്ങനെ ലേറ്റ് ആകാറില്ലല്ലോ. നീ ഫോൺ ചെയ്ത് ചോദിച്ചോ? ഇന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആണ്. എടാ, ഫോൺ ചെയ്യാതെ അത് നീ എങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പിന്നെ എന്തിനാ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആണുങ്ങൾ കണ്ടുപിടിച്ച് ആണുങ്ങൾ ഉണ്ടാക്കിയ ടെലിഫോൺ ഈ വീട്ടിലുണ്ട്. ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. ആരെയാ കണി കണ്ടത്? ഡൽഹി ഫ്ലൈറ്റ് ലേറ്റ് ആണോ? എത്ര മിനിറ്റ്? 30 മിനിറ്റോ? താങ്ക്സ്. മുപ്പത് മിനിറ്റ് എന്നുള്ളത് ദാണ്ടങ്ങ് പോവും. പിള്ളേരോടൊന്ന് വിഷമിച്ചാ നിന്നെ ഞാൻ എന്താടാ അന്തോണി, നീ വലിയ കൃത്യനിഷ്ഠക്കാരനായിട്ട് 7 മിനിറ്റ് ലേറ്റ്? സാറേ, ഉടുതുണിയില്ലാതെ ഒരുത്തൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഇങ്ങോട്ടെങ്ങാനും വന്നോ? വന്നു. തുണിയും കൊടുത്തു. മനുവിന്റെ കൂടെ ഇപ്പൊ എയർപോർട്ടിൽ പോകും. കൂട്ടുകാർ വരുന്നു എന്ന് പറഞ്ഞപ്പോ പിള്ളേർക്ക് എന്ത് സന്തോഷമാണ്. ഇനി 2 മാസത്തേക്ക് തകർത്ത് വാരാമല്ലോ. സാറേ, വൈകിട്ട് കാണണം. നിർത്തി. കടം പറഞ്ഞുള്ള ചീട്ടുകളി നിർത്തി. രൊക്കം കാശുണ്ടോ? ഇല്ലല്ലോ. അത് കണക്കിൽ വെച്ചോ സാറേ, മാസാവസാനം തരാം. അതേ, നിന്റെ ഒലത്തിയ ബാങ്കിൽ വെച്ചാ മതി. മുടിഞ്ഞ കള്ളക്കളി എങ്ങാനും തോറ്റ കടവും. ഒന്ന് വേഗം നടന്നു വേണം. രാവണി കിട്ടണം. എന്താ ഇത്ര താമസിച്ചത്? ഫ്ലൈറ്റ് ലേറ്റ് ആണോ? അരമണിക്കൂർ. ഒരു പാർസൽ അയക്കാനുണ്ടായിരുന്നു. ഇടമെടുക്ക, നീ അങ്ങ് വളർന്നു പോയല്ലോ. ഞാനും വളർന്നു. പിന്നെ വലിയ പെണ്ണായി പോയി. അങ്കിളും വളർന്നു, വയസ്സനായി പോയി. നിങ്ങളുടെ മുത്തശ്ശനും ഞാനും ഒരു പ്രായക്കാരാ. ഞാൻ വയസ്സനാണെങ്കിൽ അങ്ങേരും വയസ്സനാ, അല്ലേ ശങ്കു? വയസ്സിലാണെങ്കിലും ഞങ്ങളെ മുത്തച്ഛൻ നല്ല സ്മാർട്ടാ. അതെ. നീ എന്തിനാടാ അവനെ കരയിച്ചത്? മോൻ കരയണ്ട. കരയാതെ. കരയണ്ട. ഇക്രമോന് മാത്രമേ മുത്തശ്ശനോട് സ്നേഹമുള്ളൂ. അപ്പൊ എനിക്കോ? നീയോ? നീ കള്ളനാ. എന്നെ വയസ്സാന്ന് വിളിച്ചപ്പോ കറക്റ്റ് എന്ന് പറഞ്ഞാനല്ലോ നീ. അത് പിന്നെ കറക്റ്റ് അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ മുത്തശ്ശ. ഞാൻ സ്കൂളിൽ മുത്തശ്ശനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ? എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്?
കേരള പോലീസിലെ ഏറ്റവും സ്മാർട്ട് ഓഫീസറാ മുത്തശ്ശൻ. ആ പിന്നെ കള്ളന്മാരും കൊള്ളക്കാരും മുത്തശ്ശനെ കണ്ട വിറയ്ക്കും. ഏത് കളവും മുത്തശ്ശൻ ഒരാഴ്ച കൊണ്ട് തെളിയിക്കും. And moreover, he is the mixture of James Bond and Sherlock Holmes. And Phantom. And lover. Sorry. Then call me Phantom. Phantom? തെക്കൻ പൂങ്കാറ്റിന്റെ തേരേറി വാസര സ്വപ്നങ്ങൾ വന്നെന്നെ തൂകുന്ന നേരത്ത് പന്ഥ്യയാമോഹത്തിൻ മോതിരക്കൈവിരൽ ചേലയിൽ ഞാനിന്നു മൂടിവച്ചു. പൊള്ളുന്ന വെയിലല്ലേ വെയിലേറ്റുവാ